അവര് ആ ഒരു പ്രതിഷേധം ചെയ്യണമെന്ന് നിർബന്ധിച്ചു. ആ നിർബന്ധത്തെ പ്രകാരം എനിക്കത് വഴങ്ങേണ്ടി വന്നു. അബദ്ധത്തെ അത് ഭയങ്കര വള്ളിയായി. ആരെന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണോ? ചില ഓൺലൈൻ മീഡിയകള് അല്ല ഒരു ഇരയും മറന്നെന്നും പറയാം. ചില സമയങ്ങളിൽ ഓവറായിട്ട് സിനിമ സ്റ്റൈലിൽ വന്ന് കാറിൽ വന്ന് നിർത്തുക, ഇങ്ങനെ ചെയ്യാൻ പറയുക, അപ്പോൾ അവർ വളർത്തിയാന്ന് പറയുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്തു പോകുമല്ലോ. കോംപ്രമൈസ് എന്ന രീതിയിൽ ഒത്തുതീർപ്പാക്കി. അല്ലെങ്കിൽ ഇന്നലെ 3:30 ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 14 ദിവസത്തേക്ക് റിമൈൻഡ് ചെയ്താൽ ബ്രേക്കപ്പ് ആയതല്ല. ഒരു വർക്ക് കഴിഞ്ഞാൽ ആ വർക്ക് കഴിഞ്ഞാൽ അടിച്ചോണ്ട് പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്തു വെച്ച കുറച്ച് ഇന്റർവ്യൂസ് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി വേണമെങ്കിൽ കാറിൽ വെച്ച് തന്നെ തല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ടോപ്പിക്കുകളും ഇങ്ങനെ നിർത്താണ്ട് ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ ശ്രീലക്ഷ്മിക്ക് ദേഷ്യം വന്നിരുന്നു. പക്ഷെ ശ്രീലക്ഷ്മിനെ തന്നെയില്ല. ഡിവോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഓൺലൈൻ മീഡിയ എന്റെ എടുക്കുന്നത്. അല്ലാണ്ട് നമ്മള് മമ്മൂട്ടി അല്ല, മോഹൻലാൽ അല്ല, ദിലീപല്ല. മനസ്സിലായി? ഇവര് 3 പേര് മലയാള സിനിമയെ ഭരിക്കുന്നൊരു സിംഹാസനം ആണ്. അപ്പൊ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മള് താഴത്താ. പക്ഷെ റീച്ച് വെച്ച് നോക്കുമ്പോൾ അവരെക്കാളും അവരുടെ ഒരു കണ്ടന്റ് ഇടുന്നതിനേക്കാളും കൂടുതൽ വ്യൂവർഷിപ്പ് എനിക്കുണ്ട്. ഊരും പേരും പറയാതെ ഉയിരിൽ നിറയും നീയാരോ. അലൻ ജോസ് പെരേര, AJP. പറഞ്ഞതൊക്കെ ശരിയാണ്, പറയൂ. എന്താണ് ഞാൻ പറയേണ്ടത്? എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? കുറച്ച് നാൾ മുമ്പ് ഒരു കല്യാണം ആയിട്ട് വന്നു, ഇപ്പൊ ഇതൊരു ആക്സിഡന്റ് ആയിട്ട് വന്നു. എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം കൈയും കാലൊക്കെ കെട്ടി അടിച്ചുകൂട്ടി അലൻ ജോസിനെതിരെ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകളൊക്കെ വന്നിരുന്നു. ഓൺലൈൻ ചാനൽസ് ഒക്കെ അത് ഏറ്റെടുക്കുന്നു കണ്ടിരുന്നു. മുഴുവനായിട്ട് തെറ്റല്ല, എന്നാലും ഇടി കിട്ടിയത് ശരിയാണ്. ഇടി കിട്ടി, അതിനെതിരെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ അവര് ചെയ്യിപ്പിച്ചതാണ്. ഇത്രയും നാള് വളർത്തിയ ചാനല് നിങ്ങൾക്കെതിരെ, ചാനൽ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ചാനല് എനിക്കെതിരെ തിരിഞ്ഞപ്പോൾ, ഇടി കിട്ടിയപ്പോൾ മറ്റുള്ള ചാനലുകാരും നമ്മളെ പ്രോഗ്രാമിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ആ ഇടി കിട്ടിയപ്പോൾ അവര് ആ ഒരു പ്രതിഷേധം ചെയ്യണമെന്ന് നിർബന്ധിച്ചു. ആ നിർബന്ധത്തെ പ്രകാരം എനിക്കത് വഴങ്ങേണ്ടി വന്നു. അബദ്ധത്തെ അത് ഭയങ്കര വള്ളിയായി. ആരെന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണോ? പിന്നെ ഈ ഓൺലൈൻ മീഡിയാസ് പറയാണ് ആലൻ പോയി ഒരു കിണറ്റി ചാടാൻ പറഞ്ഞാൽ ഓൺലൈൻ മീഡിയ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോയി കിണറ്റി ചാടും. അങ്ങനത്തെ പോയിന്റ്സ് ഞാൻ ചെയ്യില്ല. കുറച്ചുകൂടിയൊക്കെ പൊട്ടത്തരമുള്ള ആൾക്കാർ ചെയ്യുമായിരിക്കും. കിംബോയിനെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യുമായിരിക്കും. കാരണം ബുദ്ധിക്ക് അത്യാവശ്യം ബോധമൊക്കെ ഉണ്ട്. ഇതിപ്പോ ഫാൻസി ഡ്രസ് എന്ന രീതിയിൽ ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് മാത്രം ഫാൻസി ഡ്രസ്സിങ്ങിന് ആൾക്കാരെ പറ്റിക്കുന്നത് അത്ര നല്ല സ്വഭാവമാണ്. ആൾക്കാരെ പറ്റിക്കുന്നല്ലോ കൊച്ചെ. എന്നിട്ട് എന്താ പറയാ, നമ്മുടെ ഒരു അടി കിട്ടിയപ്പോ അത് നമുക്കുള്ളൊരു വിഷമമുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇത്രയും കാലം വളർത്തിയ മീഡിയ നമ്മളെ പെട്ടെന്ന് ഇതാക്കിയപ്പോൾ നമുക്കുള്ളിലൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്ന ഒരു സംഭവം ബാൻഡേജൊക്കെ അവര് മീഡിയക്കാര് സെറ്റ് ചെയ്തതാ. പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് കല്യാണം പോലെ ഒരു കല്യാണമല്ലല്ലോ, ലൈഫല്ലേ. കല്യാണം പോലൊരു നാടകമല്ലേ ഇപ്പൊ നടന്നത്? അങ്ങനെയൊക്കെ തോന്നാം. അങ്ങനെയാണോ നടന്നേ? എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിന്റെ സത്യാവസ്ഥയാണ് ജനങ്ങൾക്ക് അലൻ ഇങ്ങനെ റീസെന്റ് ആയിട്ട് കൊറേ ഇങ്ങനെ തട്ടിപ്പുകളായിട്ട് വരുന്നുണ്ട്. ആ തട്ടിപ്പ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കൊറേ കല്യാണം, ഇപ്പോ ഇതുപോലത്തെ നാടകങ്ങൾ, അങ്ങനെ ഇപ്പം എല്ലാരും അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പം ശരിക്കും അലൻ ഇങ്ങനെ ഒരു കല്യാണം ബേസിക് ആയിട്ട് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടാക്കി ഒരു ഇതാണ്. നമ്മളതില് വീണു എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോ ശ്രീലക്ഷ്മി ആയിട്ട് വലിയ മെസ്സേജ് ഒന്നും ഇല്ല. പിന്നെ ബ്രേക്കപ്പ് ആയതല്ല. ഒരു വർക്ക് കഴിഞ്ഞാൽ ആ വർക്ക് കഴിഞ്ഞാൽ അടിച്ചോണ്ട് പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ആവശ്യമില്ല. പിന്നെ നമ്മള് ചെയ്തു വെച്ച കുറച്ച് ഇന്റർവ്യൂസ് റിലീസായപ്പോ അയച്ചു കൊടുത്തിരുന്നു. പിന്നെ മറുപടി ഒന്നുമില്ല. പിന്നെ നമ്മള് അതിന്റെ പുറകെ പോകുന്നില്ല. എനിക്ക് ഒരു നായിക പോയി കഴിഞ്ഞാൽ വേറെ നായിക. മനസ്സിലായോ? ഞാൻ ചെയ്തോണ്ട് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒരു പെൺകുട്ടിയായിട്ട് ഇപ്പൊ ഇന്നുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞേ ഉള്ളൂ. ഒരു പ്രാങ്ക് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ എന്ന രീതിയിൽ. അതും ആൾക്കാർക്ക് അറിയാം എന്താണ് കണ്ടന്റ് എന്ന്. പിന്നെ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊരു പെൺകുട്ടിയും എൻ്റെ ഒപ്പം ഇപ്പൊ താങ്കളാണെങ്കിലും ഇപ്പോ ഒരു എന്താ പറയാ
ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഒരു ഇന്റർവ്യൂ സെഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നിൽക്കുന്നത്. അല്ലെന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഓൺലൈൻ ഇന്റർവ്യൂസും ഓൺലൈൻ മീഡിയാസിലെ പല വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അലന് പലരും വിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അലൻ എന്തിനാണ് അങ്ങനെ ഒരു സ്വയം ഒരു കോമാളി വേഷം കെട്ടുന്നത്? അത് ആരെങ്കിലും നിർബന്ധിച്ച് കോമാളി വേഷം കെട്ടിക്കുന്നതാണോ? ചില ഓൺലൈൻ മീഡിയകൾ അല്ല ഒരു ഇരയും മറന്നെന്ന് പറയാം. ചില സമയങ്ങളിൽ ഓവറായിട്ട് സിനിമ സ്റ്റൈലിൽ വന്ന് കാറിൽ വന്ന് നിർത്തുക, ഇങ്ങനെ ചെയ്യാൻ പറയുക, അപ്പോൾ അവർ വളർത്തിയ എന്ന് പറയുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ചെയ്തു പോകുമല്ലോ. അവര് നിർബന്ധം കാരണം, പക്ഷെ അവിടെ അവരെ നിർബന്ധിക്കുന്നതുകൊണ്ടും നമ്മള് സ്വയം കോമാളി ആകുന്നത്. കാരണം നമ്മള് ചിലപ്പോ ചെയ്തില്ലെങ്കിൽ ഓരോ നോക്കി ഇപ്പൊ ഇതിൽ നിന്നൊക്കെ മാറി നിന്നാൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു രക്ഷയുള്ളൂ. മനസ്സിലായത്? അല്ല, പൈസക്ക് വേണ്ടിയല്ല, ഇതിനു വേണ്ടി. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സ്വയം കോമാളി വേഷം കെട്ടുന്നത്? നമ്മളെ തല്ലിയോണ്ടാണല്ലോ നമുക്ക് ലൈവിൽ പോയിക്കൊണ്ട് പോകുന്നത്. അവൻ ആ തല്ലിയില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് തല്ലണ്ടി വന്നത്? തല്ലണ്ട ഒരു സാഹചര്യം എന്താ? ഇപ്പൊ ഞാൻ എന്തോരം വഴക്കിട്ടിട്ടുണ്ട് ശ്രീലക്ഷ്മിയായിട്ട്. എന്തോരം കാര്യങ്ങൾ ഞാൻ കാറിൽ വെച്ച് സംസാരിച്ചപ്പോ എന്തോരം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ഉപദേശം എന്ന രീതിയിൽ എന്തോരം ടോപ്പിക് ഉണ്ടായിട്ടുണ്ട്. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി വേണമെങ്കിൽ കാറിൽ വെച്ച് തന്നെ തല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ടോപ്പിക്കുകൾ ഇങ്ങനെ നിർത്താണ്ട് ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ ശ്രീലക്ഷ്മിക്ക് ദേഷ്യം വന്നിരുന്നു. പക്ഷെ ശ്രീലക്ഷ്മിനെ തല്ലിയില്ല. മനസ്സിലായ? അപ്പൊ അതേപോലൊരു ഞാൻ പറയും, ഇത് ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ, പിള്ളേർ ടോപ്പിക് എടുത്തിടാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ ആശിച്ച വ്യക്തി എത്ര പ്രൊവോക്ക് ചെയ്താലും തല്ലണ്ട ആവശ്യമില്ലായിരുന്നു, അത്രയും ഇടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മോതിരം വെച്ച കൈ കൊണ്ട് അടിച്ചു. നല്ല ഇടി കിട്ടി. പക്ഷെ അത് എനിക്ക് വ്യക്തിപരമായിട്ട് ആ സമയത്ത് ഒരു ദേഷ്യം വന്നുകൊണ്ടാണ് പല ലൈവ് പോയതും തെരുവിളിയൊക്കെ ഉണ്ടായതും. പിന്നീട് പരാതി കൊടുത്തെങ്കിലും അവരെയാണ് എനിക്കെതിരെ പരാതി കൊടുത്തത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ത് പരാതി അവര് കൊടുത്തത്? ഒരു വേറിട്ടൊരു പെട്ടെന്ന് ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് പരാതി കൊടുത്തത്. പക്ഷെ എന്റെ അമ്മയും എന്റെ വക്കീലും മുഖേന പോയതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റേഷനിൽ കോംപ്രമൈസ് എന്ന രീതിയിൽ ഒത്തുതീർപ്പാക്കി. അല്ലെങ്കിൽ ഇന്നലെ 3:30 ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്താനെ കോടതിയിൽ നിന്ന് കിട്ടുമെന്നായിരുന്നു. കാരണം നമുക്ക് ഇപ്പോ മീഡിയനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കിനി ഈ ഫീൽഡിൽ നിന്നൊക്കെ ഒരു മാറി നിന്നാലേ ഒരു മാന്യമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ അറിയാം എങ്കിലും നമ്മളിനി സ്വന്തമായിട്ട് ഡെയിലി കണ്ടന്റുകൾ ചെയ്യാണ്ട് സിനിമ ചെയ്യാനാണ് എന്റെ പ്ലാൻ. കോമാളിക്കളിയൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്വന്തമായിട്ട് ഞാനൊരു കോമാളിയായിട്ട് മാറുന്നുണ്ട്. അല്ല, സ്വയം എന്ന് പറഞ്ഞാൽ കോമാളി ആക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. സ്വയം അങ്ങനെ ആകുന്നതുകൊണ്ടല്ല അവരങ്ങനെ ആക്കുന്നത്. അവര് പറയുന്ന പോലെ ചെയ്യുന്നോണ്ട് ചില സമയത്ത് കോമാളി ഇമേജ് വരുന്നതാണ്. എല്ലാ ഓൺലൈൻ മീഡിയാസിന്റെ തലയിൽ ഇടുന്നത് ശരിയാണോ? എല്ലാ ഓൺലൈൻ മീഡിയയിലും ചെയ്യുമ്പോൾ കോമാളിയല്ല, കോമാളി കഥാപാത്രമായി മാറുന്നില്ല. ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത് ന്യായീകരിക്കാൻ പറ്റില്ല. ചില ഓൺലൈൻ മീഡിയകൾ അല്ല, സ്വയം നമ്മളങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണല്ലോ കോമാളി ആകുന്നത്. അല്ലാണ്ട് നമ്മൾ ചില പോയിന്റ്സുകളാണ് അത് കോമിക്കായിട്ട് പോകുന്നത്. നമ്മളെപ്പോഴും ഡാൻസ് കളിക്കാറില്ല. ഡാൻസ് അല്ല ശരിക്കും കോമാളിത്തരം എന്ന് പറയാം. കോമാളിത്തരമാണെന്ന് സമ്മതിച്ചോ? നമ്മൾ കളിക്കുന്ന ഡാൻസ് പ്രോപ്പർ ഡാൻസ് അല്ലല്ലോ. എങ്കിലും ആൾക്കാർ കാണാനുണ്ട്, വിവോസ് ഉണ്ട്. വിവോസ് ഉള്ളതുകൊണ്ടാണ് ഓൺലൈൻ മീഡിയ എന്റെ എടുക്കുന്നത്. അല്ലാണ്ട് നമ്മള് മമ്മൂട്ടി അല്ല, മോഹൻലാൽ അല്ല, ദിലീപ് അല്ല. മനസ്സിലായി? ഇവര് 3 പേരും മലയാള സിനിമയെ ഭരിക്കുന്നൊരു സിംഹാസനം ആണ്. അപ്പൊ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മള് താഴത്താ. പക്ഷെ റീച്ച് വെച്ച് നോക്കുമ്പോൾ അവരെക്കാളും അവരുടെ ഒരു കണ്ടന്റ് ഇടുന്നതിനേക്കാളും കൂടുതൽ വ്യൂവർഷിപ്പ് എനിക്കുണ്ട്. പക്ഷെ അവരുടെ തെരുവിളിക്കാനും മോശമാക്കാനും ഉള്ള ഇത്. പക്ഷെ എന്തെങ്കിലും കുറച്ചു പേരെങ്കിലും നല്ല പറയുന്ന ആൾക്കാരും ഉണ്ട്. പുള്ളി എന്തോ ആയിക്കോട്ടെ, പുള്ളിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, പല വീഡിയോയും ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോണേയല്ലേ, ഈ പറയുന്ന ഫാൻസി ഡ്രസ്സൊക്കെ കയ്യിൽ നിന്ന് വന്നു പോണേയല്ലേ. ഇപ്പൊ എന്തായാലും ഇന്നലെ ആ ഒരു സ്റ്റേഷനിൽ പോയി ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സോറി പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് കിട്ടില്ല. കാരണം നമുക്ക് അടി കിട്ടിയിട്ട് നമുക്കെതിരെ തിരിയാന്ന് പറയുമ്പോഴേ, കാരണം എനിക്ക് കോമിക് ഗെയിംസ് മാത്രമല്ല, നല്ല നല്ല ഇന്റർവ്യൂസ് ഉണ്ട്, ഓണം ഇന്റർവ്യൂസ് ഉണ്ട്, നല്ല നല്ല ഇനാഗ്രേഷൻ ഉണ്ട്. അല്ല, ഇത് ഓണം അടുത്ത മാസമാണല്ലോ. അപ്പൊ അതിന്റെ ഇനിയിപ്പൊ കുറച്ച് ദിവസം കൂടി ഇപ്പൊ ഉള്ളു. അപ്പൊ ഇനി ആൾക്കാർ കാണട്ടെ എന്ന് ഓർത്തു.
ഇപ്പൊ എല്ലാ ഇന്റർവ്യൂലും ഒരേ ഷർട്ട് ഇടാൻ പറ്റൂലല്ലോ, എല്ലാ ദിവസവും ഇന്റർവ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷർട്ട് മേടിക്കും. ബിസി ഷെഡ്യൂളാണ്. ഷെഡ്യൂളാണ്. പക്ഷെ ഷർട്ട് മേടിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ടല്ലോ. ഷർട്ട് മേടിക്കാനുള്ള പൈസ ഷർട്ട് മേടിക്കാനായിട്ട് ഇപ്പൊ ഇത് 750 ഷർട്ടാ. അപ്പൊ അതിന്റെ ആലുവന്ന് മേടിച്ചു. അപ്പൊ ആൾക്കാര് പറയും നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് കിട്ടില്ലെന്നും പറയും. ഇത് ഞാൻ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് ഞാൻ മേടിക്കുന്ന ഷർട്ടുകളാണ്. അത് ക്വാളിറ്റി കുറവുണ്ടാവും, കുറവില്ലായിരിക്കാം. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലേക്കാണെങ്കിലും ഇപ്പോൾ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഞാനിപ്പോ ഇന്ന് ഫാൻ വാങ്ങിച്ചു കൊടുത്തു. സീലിംഗ് ഫാൻ ഇല്ലേ, ഈ ഫാൻ സീലിംഗ് ഫാൻ, അത് ഞാൻ വാങ്ങിച്ചു 1800 രൂപ സീലിംഗ് ഫാൻ വാങ്ങിച്ചു കൊടുത്തു. ഇനി 2 കൂടി വാങ്ങാനുണ്ട്. അത് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ വാങ്ങിക്കൊടുക്കണം. കാരണം വീട്ടില് അത്യാവശ്യം ഫണ്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽ മാറ്റി. പിന്നെ പൈസയൊക്കെ ഈ ഇങ്ങനെ കോമാളിത്തരം കാണിച്ചിട്ടാണ് കിട്ടുന്നത്. കോമാളിത്തരം അല്ലല്ലോ, നമ്മള് പെർഫോമിങ് ചെയ്യുന്നത്. അത് ആൾക്കാരല്ലേ കോമാളിത്തരം. നമ്മളിപ്പോ ചെയ്യുന്ന പരിപാടികൾ, അതിനെ പരിപാടികളെ ഞാൻ കോമാളിത്തരം എന്ന് ഞാൻ പറയുന്നില്ല. പരിപാടി ചെയ്യിപ്പിക്കുന്നത് തലകുത്തി പറയുന്നില്ലല്ലോ, തലകുത്തി പറയുന്നില്ല. ഇങ്ങനെ തീ ഉള്ളിലേക്ക് വെച്ച് ഊതിയിട്ട് ആ ഒരു ഫയർ ഡാൻസ് എന്നുള്ള ചെയ്യുന്നത്. നമ്മളിപ്പോ എൻ്റെ ആയിട്ട് പരിമിതികൾ വെച്ചുള്ള കാലുകൊണ്ടുള്ള ഇങ്ങനെയുള്ള ഡാൻസ്, മനസ്സിലായ? അല്ലെങ്കിൽ പാട്ട് എനിക്കറിയാവുന്ന പോലെ ഇപ്പൊ പറയാം, ഊരും പേരും പറയാതെ ഉയിരിൽ നിറയും നീയാരോ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് അറിയാവുന്ന ശബ്ദത്തിൽ നമ്മൾ പാടുന്നു. നമ്മൾ ഒരിക്കലും ഒരു MG ശ്രീകുമാറോ വിനീത് ശ്രീനിവാസനോ അല്ല.